എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് പേര് ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഇതിന് മുമ്പിട്ട വീഡിയോസ് ബാൽസം ചെടീനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് കമന്റ് അധികം വന്നേക്കുന്നതും ബാൽസം ചെടി വെയിലത്ത് വെക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമായിട്ടാണ് കുറച്ച് പേര് വന്നേക്കുന്നത്. അപ്പൊ അവർക്ക് കമന്റിലൂടെ പറയുന്നതിനെക്കാട്ടും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. അതാവുമ്പോൾ കൂടുതൽ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ബാൽസം ചെടീന്റെ പരിപാലനത്തെ കുറിച്ച് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണണം കേട്ടോ, എന്നാലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഇടണം, എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പായി കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ബാൽസം ചെടി വെയിലത്ത് വെക്കാമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാൽസം ചെടി എത്ര കരുത്തുള്ള ചെടി ആയാലും നമ്മൾ അധികം വെയിലത്ത് വെക്കാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ വെയിൽ എന്ന് പറയുന്നത് നല്ല ചൂടാണ്, നമുക്ക് പോലും മനുഷ്യന്മാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പൊ ചെടികൾക്ക് അത് താങ്ങാൻ പറ്റൂല. നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് നല്ല കരുത്തുണ്ട്, നല്ല ഉഷാറായിട്ട് നിൽക്കുമ്പോ ഇത് വെയിലത്ത് വെച്ചാലൊന്നും വാടൂലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലോണം വാടും കേട്ടാ. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ദാ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ ചെടിയിൽ കുറച്ചെങ്കിലും വെയിലടിക്കുന്നുണ്ട്. ഇതുണ്ട്, രാവിലെ നല്ല ഉഷാറായിരുന്ന ചെടി ഇപ്പൊ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ഈ ഓറഞ്ച് ചെടി നോക്കി നോക്ക്, അതിന്റെ ഇലയ്ക്കൊക്കെ നല്ല വാട്ടം പറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചുവന്ന പൂവിനൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. വെയിലായതുകൊണ്ട് അത്ര ക്ലിയർ ആവുമെന്നറിയില്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഈ ചെടി വെക്കുന്നിടത്ത് രണ്ട് സ്ഥലം കേട്ടോ. ഈ ഭാഗത്തേക്ക് വെയിലില്ല, അതേപോലെ ആ ഭാഗത്തേക്ക് വെയിലുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ വണ്ടി താഴെ വെക്കുന്നുണ്ട്, ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തെ ചെടി കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. വെയിലൊന്നും ഒട്ടും കൊള്ളുന്നില്ല കേട്ടോ. പ്രകാശം വേണ്ടത് കിട്ടുന്നുണ്ട്. നമ്മുടെ ചെടിക്ക് വെയിലല്ല വേണ്ട, ചെറിയ പ്രകാശം മതിയിട്ടും നല്ല കടും വെയിലൊന്നും പാടില്ല. നമ്മുടെ ചെടി നല്ല ചത്തുപോകും കേട്ടോ, വാടി അങ്ങ് പോകും. അപ്പൊ ഇത് കണ്ടോ, ഈ ഭാഗത്ത് നിൽക്കുന്ന ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഇലയ്ക്കോ പൂവിനോ ഒരു കുഴപ്പവും വരുന്നില്ല കേട്ടോ. നമ്മുടെ ചെടിയൊക്കെ നമ്മളിപ്പോ വെയിലത്ത് മുറ്റത്താ വെക്കുന്നെങ്കിൽ, ഞാനാണെങ്കിൽ ഇപ്പം രാവിലെ ഒക്കെ നല്ല ഉഷാറായി നിൽക്കുന്ന ചെടി കുറച്ച് ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഇങ്ങനെ വാടി തളർന്നിരിക്കും. അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ എടുത്ത് തണുക്കത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചെടിക്ക്. ചെടീന്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷമാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ചെടി മുറ്റത്ത് വെക്കുന്നതിനെക്കാട്ടും നമ്മുടെ വീടിന്റെ സൈഡില്ലേ അതിന്റെ അടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിപ്പോ ഈ വീടിന്റെ ഒരു സൈഡിലാണ് നമ്മുടെ ഈ ബാൽസം വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞു തൈ നട്ടത് ഞാൻ മുമ്പിലാണ് വെച്ചേക്കുന്നത്. മുമ്പിൽ വെക്കുമ്പോ എന്റെ ഒരു ഇതിൽ പെട്ടെന്ന് ചെടി വളരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുമ്പിൽ തന്നെ വെച്ചേക്കുന്നത്. അതേപോലെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ബാൽസമൊക്കെ പൂവൊന്നും ഇല്ലാണ്ട് ഇല നല്ല കരുത്തോടെ വരും കേട്ടോ, ഭയങ്കര കരുത്തോടെ കേട്ടോ. എനിക്ക് അങ്ങനെ കുറേ ചെടി, ഇങ്ങനത്തെ ഈ കാണുന്ന റോസ് ചെടിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പൂവൊന്നും ഇല്ലായിരുന്നു, ഇലയ്ക്ക് മാത്രം നല്ല കട്ടി കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, ഈ ഇലയിൽ കുറേ ഇല ഞാൻ നുള്ളി കളഞ്ഞു കേട്ടോ. നുള്ളി കളഞ്ഞിട്ട് എല്ലാത്തിനെയും തന്നെ കളഞ്ഞു കേട്ടോ. അപ്പൊ കുറച്ച് ഒരു 2-3 ആഴ്ച കഴിഞ്ഞത്തേക്കും മൊട്ടൊക്കെ ഇട്ട് നല്ല പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. ഇപ്പൊ ഈ പൂവ് തന്നെ ആയിട്ട് കുറേ നാളെ ഇതുവരെ പോയിട്ടില്ല എൻ്റെ അടുത്തുനിന്ന്. അതേപോലെ നമ്മുടെ ചില ഇലയ്ക്ക് കളറ് മാറ്റം സംഭവിക്കും കേട്ടോ. ചില മഞ്ഞ വരാറുണ്ട്. ഇതുണ്ടോ നമ്മുടെ ചെടി, ഇത് ഇല പഴുക്കുന്ന കേട്ടോ. ഇതുണ്ട്, ഇത് നല്ലോണം മഞ്ഞച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ചെടീൻ്റെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയുക. പിന്നെ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ചെടിയിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ചു കൊടുക്കുക, ഒന്ന് ഇട കൊത്തി കൊടുക്കുക കേട്ടോ. അതേപോലെ ഞാൻ മാസത്തിലൊരിക്കൽ നമ്മുടെ ചാണകം വെള്ളമില്ലേ, ചാണകം വെള്ളം പിന്നെ യൂറിയ വാങ്ങാൻ കിട്ടൂല, ആകെ ചെറിയ പൈസ എങ്ങനെയുള്ളൂ, അത് ഒരു സ്പൂണോ ഇല്ലെങ്കിൽ 2-3 തരി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ബാൽസം ചെടി എങ്ങനെ നനയ്ക്കണമെന്ന്, എപ്പോ ഒക്കെ നനയ്ക്കണം എന്നൊക്കെ. അപ്പൊ നല്ല വേനൽക്കാലത്തെ സമയത്ത് രാവിലെ വൈകുന്നേരം നനച്ചു കൊടുക്കണം കേട്ടോ. രാവിലെ തന്നെ വെയില് വരുന്നതിനൊക്കെ മുന്നേ ഒന്ന് നനച്ചു കൊടുക്കുക. അതേപോലെ വെയിൽ ആറിയ ശേഷം 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണി ടൈമിലൊക്കെ നനച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ മഴക്കാലത്ത് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, മഴക്കാലത്ത് അധികം നമ്മുടെ ചെടിക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല. മഴക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാട്ടോ. അത് നമ്മള് മഴക്കാലത്ത് ഈ ബാൽസം ചെടി ചിലപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്തേക്കായിരിക്കും നമ്മൾ വെക്കുക. അപ്പൊ 2-3 ദിവസം കൂടുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അതുപോലെ തന്നെയാണ് നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ചെടിയിൽ കുത്തി ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പൈപ്പും കൊണ്ട് ഒരു വിരൽ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പ്രേ പോലെ പോയിക്കൊള്ളൂ കേട്ടോ. ഇലയിലോട്ടും മണ്ണിലോട്ടൊക്കെ കുത്തി വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയും പൂവൊക്കെ പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നനയ്ക്കുമ്പോൾ നല്ലോണം സ്പ്രേ ചെയ്തിട്ട് വേണം നനയ്ക്കാന്. നമ്മുടെ ബാൾസം ചെടിയില് കുറെ പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾ കാണാത്ത കുറെ. ഒരു സൈസ് ഒരു പച്ച പുഴുണ്ട്, അത് ഇലന്റെ അടിയിലൊക്കെ ഉണ്ടാവും. കുഞ്ഞതായിരിക്കും കേട്ടോ. അത് പിന്നെ നമ്മുടെ ഇല മുഴുവൻ ചെടി തിന്ന് അത് വലിയതാവും. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഈ ഇലയിൽ ഓട്ടയൊക്കെ വരൂലേ, അപ്പൊ ഒന്ന് ചെടി ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ പുഴു ഉണ്ടാവും, അതേപോലെ ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടാവും, ഉറുമ്പ് ഉണ്ടാവും, പിന്നെന്താ നമ്മുടെ ചാഴി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചാഴിക്കൊക്കെ അടിക്കാനൊക്കെ നല്ല മരുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടിയൊക്കെ എപ്പോഴും ഒന്ന് നോക്കി കൊടുക്കുക കേട്ടോ. ഈ ചെടിയിൽ തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ബാൾസം ചെടീന്റെ സീഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതാട്ടോ നമ്മുടെ സീഡ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ചെടി കാണിച്ചു തരാം. അതേപോലെ നല്ല വെയിലത്ത് വെച്ച ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ തണുക്കത്തിരിക്കുന്നതും വെയിലത്തിരിക്കുന്നതും ചെടീന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ സൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പൊ നമ്മള് വീടിന്റെ മുന്നിലായിട്ടേക്കാണ് വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ ഇതാ ഇവിടെയാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് ഈ 4 ചെടിയും പെട്ടെന്ന് പൂവാകാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. കാരണം ഡിഫറെന്റ് കളറാട്ടോ. ഇത് ഈ 4 ഇത് മാത്രം വെള്ളയാണെന്നറിയാം. ബാക്കി ഈ 3 കളറ് നല്ല ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള കളറാട്ടോ. അപ്പൊ അതിൽ വേഗം മൊട്ട് വരാൻ വേണ്ടി, പൂ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അതേപോലെ എന്റേതാ ഈ വെള്ളയിലും മൊട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷാട്ടോ ഇതൊന്ന് വെള്ളയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ നമ്മുടെ ഈ ചെടീന്റെ വിത്ത് കണ്ടോ, ഇത് കണ്ടോ, ഇതുണ്ടോ അരി കണ്ടോ, ഇതുണ്ടോ. ഇത് അത്രയ്ക്കായില്ല, കുറച്ചും കൂടി ആവണം കേട്ടോ. അത്ര മൂത്തില്ല കേട്ടോ ഇത്. എന്തായാലും നമുക്ക് ഇത് ഇവിടെ വെറുതെ ഇട്ട് കൊടുക്കാം, പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. അപ്പൊ ഇവിടെയാണ് ഞാൻ ഇത്രയും ചെടി വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ വെച്ചപ്പം ഈ മേലത്തെ ഏരിയയിലൊന്നും അധികം എന്താ പറയാ പൂവൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വെച്ചപ്പോ നല്ലവണ്ണം പൂവ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നല്ല വെയിലത്തിരിക്കുന്ന ബാൾസം ചെടി കാണിച്ചു തരാവേ. അപ്പൊ ഇവിടെ നമ്മള് പട്ടിക്കൂടിന്റെ മേലെയാട്ടോ വെച്ചത്. അപ്പൊ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പൊ വെയില് പോയതാണേ. ഇപ്പൊ നമ്മുടെ ഈ ചെടിക്കൊക്കെ നല്ലോണം ഒരു വാട്ടം വന്നിട്ടുണ്ട്, ഇലയൊക്കെ മഞ്ഞനിറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം നമുക്ക്. അതേപോലെ ഇത് കണ്ടോ ചാഴി, നമ്മുടെ ചെടിയിൽ ചാഴി കയറിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്റെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കിട്ടുള്ളൂ. അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണേ. അപ്പൊ ഇത്രയും നാള് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഈ ഇട്ട വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അതിന് ഒത്തിരി സ്നേഹവും നന്ദിയും നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇനിയും ഇതേപോലെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും എനിക്ക് ഉണ്ടാവണം. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.